നമുക്ക് എം വർഗീസ് അല്പം മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിനായി ഹാജരായതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കയറുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് എം വർഗീസ് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കണം. പി.കെ. ബിജു ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെത്തി ചോദ്യം ചെയ്യൽ നേരിടുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ഇ.ഡി. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിനായി എം വർഗീസും അതോടൊപ്പം പി.കെ. ബിജുവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. വിനീത വി.ജി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. എം വർഗീസ് അവിടെ നിന്ന് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് അല്പം മുൻപാണ് ഹാജരായത്. എന്താണ് അദ്ദേഹത്തിന്റെ ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന കാര്യം നമുക്ക് വ്യക്തമാകാനുണ്ട്. അദ്ദേഹം കയറുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് എം വർഗീസ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാനുണ്ട്. വിനീത വി ജി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും വിശദാംശങ്ങളുമായി. വിനീത, എം വർഗീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തിയതാണോ അതോ എന്താണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം തിരികെ വരുന്നതാണല്ലോ കാണുന്നത്. മുൻപാണ് ഇഡിയുടെ നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യലിനായി അദ്ദേഹം ഹാജരായതാണ്. ഇ ഡി ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ്, ഈ ഓഫീസിലേക്ക് കയറുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. അതായത് പാർട്ടിയുടെ അക്കൗണ്ടുകളെല്ലാം സുതാര്യമാണ് എന്നാണ് എം വർഗീസ് പ്രതികരിച്ചത്. അറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ലേ തനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇ ഡിയുടെ നടപടി അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഈ രാഷ്ട്രീയ അജണ്ടയാണ് ഇ ഡിയുടെ ഇത്തരം നടപടികൾക്ക് പിന്നിലെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പാർട്ടിക്ക് തൃശ്ശൂരിൽ സ്വത്തുവകകളുണ്ട്. അതൊക്കെ നിയമപരമായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആ സ്വത്തുവകകൾ അങ്ങനെ മറച്ചുവെക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അറിയാവുന്ന ഈ ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ടുകളുടെ കാര്യം തനിക്ക് അറിയില്ല. തനിക്ക് അറിയാവുന്ന അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്. എം വർഗീസും പി.കെ. ബിജുവും ഇന്ന് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ.ഡി. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുകയാണ്. കയറുന്നതിന് മുൻപ് എം വർഗീസ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ഇനി. എന്താണ് അവർ ഉദ്ദേശിച്ചത്? രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയാണല്ലോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇ.ഡി. മാത്രമല്ല, ഇപ്പോൾ ആദായ നികുതി അവരും അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ക്ലിയറാണ്. അതിൻ്റെ റിട്ടേൺസ്, വാർഷിക റിട്ടേൺസ് നമ്മൾ ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. അവരത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്ലിയറാണ്. വെളിപ്പെടുത്താത്ത അക്കൗണ്ട് നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താത്ത ഒരു അക്കൗണ്ടും ഇല്ല. എല്ലാ അക്കൗണ്ടുകളും വെളിപ്പെടുത്തിയതെന്നാണ് തൃശ്ശൂർ ജില്ലയിലുള്ള പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും വെളിപ്പെടുത്തിയത്. പാർട്ടിക്ക് അറിയുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മൾ അതിൻ്റെ മറ്റേ രേഖയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ അത് നമുക്കറിയില്ല. പാർട്ടിക്ക് അറിയില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അറിവുള്ള പിന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പാർട്ടി അതാത് ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്കറിയില്ല. നമുക്കത് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു നിലയല്ല അത്. കാരണം നമ്മൾ ഇഡിക്ക് അന്വേഷിച്ച് നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ട്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി സ്വത്ത് വിവരം എന്താ മറച്ചു വെക്കുന്നത്? എൻ്റെ സ്വത്താണ്. പാർട്ടിയുടെ സ്വത്തുക്കളൊന്നും മറച്ചു വയ്ക്കാൻ കഴിയുമോ? ഭൂമിക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ആധാരമില്ലേ? കെട്ടിടങ്ങളുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വസ്തുണ്ട്. പാർട്ടിക്ക് അതിൻ്റെ സ്വത്തുണ്ട്. അത് മറച്ചു വയ്ക്കാൻ കഴിയുമോ? നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതല്ലോ. എല്ലാ നിലയിലും സഹകരിക്കും. വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയുക. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈവശം ഇല്ലാത്ത രേഖകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടല്ലോ. അതല്ലേ നമ്മൾ പറയണത്. കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷത്തെ പൊതുവിൽ രാജ്യത്ത് വേട്ടയാടുന്ന ഒരു നിലയാണ്. ഇടതുപക്ഷത്തെ കേരളത്തിൽ വളരെ ബോധപൂർവമല്ലേ അത്? വളരെ ബോധപൂർവമാണ്. പ്രധാനമന്ത്രി പറയട്ടെ. നമുക്കിതിലെ ഒരു ഭയപ്പാടിൻ്റെ പ്രശ്നമില്ല. ഒന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നമ്മളിത് ആരംഭം മുതലേ പറയുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ CPI. അതിൻ്റെ അക്കൗണ്ട്സ് എല്ലാം വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും മറച്ചു വയ്ക്കാനില്ല. മറച്ചു വയ്ക്കേണ്ട കാര്യം എന്താ? ഇനി അഥവാ മറച്ചു എന്തെങ്കിലും അതിന് നിയമ വ്യവസ്ഥയും നടപടികളും കാര്യങ്ങളൊക്കെ ഇല്ലേ? പാർട്ടി അന്വേഷണം അങ്ങനെയില്ല. അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ ആ നിലയിലില്ല. അത് അവർക്കറിയാം. നമ്മളതിനെക്കുറിച്ച്
എം വർഗീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് നമ്മൾ കണ്ടത്. പാർട്ടിക്ക് സ്വത്തുവകകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, ഭൂമിയുണ്ട്, അത് മറച്ചുവെക്കാൻ കഴിയില്ല. അതെല്ലാം രജിസ്ട്രേഷൻ വഴി എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള ഡോക്യുമെന്റുകളാണ്, അത് മറച്ചുവെക്കാൻ കഴിയില്ല. എന്നിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണ്. തനിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ എന്നാണ് എം വർഗീസ് പറയുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലിനായി അദ്ദേഹം ഹാജരായിരിക്കുന്നു. PK ബിജുവും അവിടെ ഹാജരായിട്ടുണ്ട്. രണ്ടുപേരും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിനെ നേരിടുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. വിനീത VG ഞങ്ങളുടെ പ്രതിനിധി ഉള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ നിന്നാണ്. വിനീത, എം വർഗീസ് സംസാരിച്ചത് നമ്മൾ കേട്ടു. അദ്ദേഹം പൂർണ്ണമായും ഈ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ പാർട്ടിയുടെ അനധികൃത സ്വത്ത് തുടങ്ങിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഗോപികൃഷ്ണൻ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ പാർട്ടി EDയുടെ ഒരു കണ്ടെത്തൽ അനുസരിച്ച് പാർട്ടിക്ക് അനധികൃത അക്കൗണ്ടുകൾ ഉണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു കണ്ടെത്തലിൽ പറയുന്നത്. പക്ഷേ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ അതെല്ലാം എം വർഗീസ് തള്ളിക്കളയുകയാണ്. അങ്ങനെ അനധികൃതമായിട്ടുള്ളതൊന്നുമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുതാര്യമായിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമാണുള്ളത്. പക്ഷേ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള അക്കൗണ്ടുകളെ പറ്റി തനിക്കറിയില്ല, തനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ തനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എം വർഗീസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ തുടർച്ചയായുള്ള EDയുടെ ഒരു ചോദ്യം ചെയ്യൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് തൃശ്ശൂരിൽ സ്വത്തുവകകളുണ്ട്, അതൊക്കെ തന്നെ നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്തതാണ്. അത്തരം വസ്തുവകളൊക്കെ തന്നെ എങ്ങനെ മറച്ചുവെക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞതുപോലെ ED നൽകിയിരിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ ധനമന്ത്രാലയത്തിനുമൊക്കെ ED നൽകിയിരിക്കുന്ന കത്തിൽ ഉൾപ്പെടെ അവരുടെ ചില ഫൈൻഡിങ്സ് എന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമായി പാർട്ടിക്ക് 81-ലധികം അക്കൗണ്ടുകളുണ്ട്. ഇതിൽ 99% അക്കൗണ്ട് വിവരങ്ങളും ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷേ ഈ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇന്നും എം വർഗീസിനോട് ED വിശദാംശങ്ങൾ തേടുക. ഈ സ്വത്തുവകകളുടെ വിശദാംശങ്ങളും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ തേടിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോപി. ശരി വിനീത VG ആണ് വിവരങ്ങൾ നൽകി.